ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 8ൻ്റെ ഫിസിക്സ് പോർഷൻ യൂണിറ്റ് 10 ഫോഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പേജിലുള്ളത് എ സ്റ്റുഡൻറ്റ് എൻറ്ററിങ് ദ ഹെഡ് മാസ്റ്റേഴ്സ് റൂം ഹാപ്പൻ ടു സീ ദ റൈറ്റിംഗ് ഓൺ ദി ഗ്ലാസ് ഡോർ. വാട്ട് ഡു ദേ ഇൻഡിക്കേറ്റ്? ലെറ്റ്സ് എക്സാമിൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ്ട് ഒരു കുട്ടി എന്ത് ചെയ്യുക ഇവിടെ ഒരു നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ കയറുക അല്ലേ, ഡോറ് പുഷ് ചെയ്ത് കയറുന്നു. അപ്പോൾ എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ പുഷ് ചെയ്ത് കയറാൻ കാരണം? അതിൻ്റെ ഗ്ലാസ്സിൽ എന്തോ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അവിടെ എന്തോ എഴുതിയേക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലോട്ട് ആ റൂമിലോട്ട് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലത്തെ സിമിലാരിറ്റീസ് താഴെ കുറച്ച് എന്താണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിക്ചേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയണം. ഒബ്സർവ് ദ ഗിവൻ പിക്ചേഴ്സ്. അപ്പോൾ താഴെ 2 പിക്ചേഴ്സ് ഉണ്ടല്ലേ, എന്താണ് ഏതൊക്കെയാണ് 2 പിക്ചേഴ്സ്? താണ്ട് ഒരാൾ എന്താണ് കാർട്ട് പുള്ളി ചെയ്യാണ് അല്ലേ, പുള്ളി ചെയ്യുന്നതും ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് കാറ് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ 2 ആക്ടിവിറ്റീസ് ഇവിടെ കാണാം നമുക്ക്. ആഫ്റ്റർ അനലൈസിങ് ദ പിക്ചർ ടാബ്ലേറ്റ് ദ ആക്ടിവിറ്റി ഇൻ ദം ഇൻറ്റു പുഷ് ഓർ പുൾ. അപ്പോൾ എന്താ, ഇവർ രണ്ടുപേരെയും ഒബ്സർവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അത് പുഷ് പുള്ള് എന്നുള്ള ആക്ടിവിറ്റീസിൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ താഴെ കൊടുത്തിരുന്ന ഈ ബോക്സുകളിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, ആഡ് മോർ എക്സാമ്പിൾസ് ടു ദ ടേബിൾ ആൻഡ് എക്സ്പാൻഡ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്ത് തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പുഷ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് പുഷിങ് എ കാർ അല്ലേ, ഇത് പുഷ് ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുഷിങ് എ കാർ കൊടുക്കാം. വേറെ എന്തെങ്കിലും, ഇപ്പോൾ പുഷിങ് എ റോക്ക് കൊടുത്തൂടെ, നമുക്ക് കൊടുക്കാം. റോക്ക് പുഷ് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ, അങ്ങനെ നമുക്ക് പുഷിങ് എ റോക്ക് എന്ന് പറയാം. പിന്നെന്താ, പുള്ളിൻ്റെ കേസിൽ കാർട്ട് എന്ത് ചെയ്യും ഇവിടെ പുള്ളി അല്ലേ, അപ്പോൾ കാർട്ട് പുള്ളി ചെയ്യുക എന്ന് പറയാം. വേറെ എന്തോ പുള്ളി എന്ന് പറയാം നമുക്ക്, കാർട്ട് പുള്ളി ചെയ്യുന്നു. ലോഗ് വേണമെങ്കിൽ ലോഗ് എന്ത് ചെയ്തു, ലോഗ് തടി നമുക്ക് എന്ത് ചെയ്യുന്നറിയാം, പുള്ളി ചെയ്യുന്നു പറയാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പുള്ളി ചെയ്യുന്നതിനെക്കുറിച്ച് എക്സാമ്പിളായിട്ട് നമുക്ക് ഇടാം. അങ്ങനെ എന്തെങ്കിലും 2 എക്സാമ്പിൾസിൽ എഴുതി ഇവിടെ കാര്യങ്ങൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കാര്യം നോക്കാം നമുക്ക്. അടുത്ത് നോക്കാം. When an object is pushed or pulled, a force is being applied on it. എന്ത് പറഞ്ഞിരിക്കുന്നു? ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ള് ചെയ്യുകയോ ചെയ്യുമ്പോൾ, ഒന്നെങ്കിൽ പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പുൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്, അവിടെ ഫോഴ്സ് അപ്ലൈ ആവുന്നു. അവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഫോഴ്സ് അപ്ലൈ ആവുന്നു. We know that the unit of force is Newton. It is indicated by the letter N. അപ്പോൾ എന്താണ്, ന്യൂട്ടൺ എന്നാണ് നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ. അതിനെ എങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ എൻ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടി. ഫോഴ്സ് എന്നാൽ എന്താണ് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ. പുഷും പുള്ളും, ഒരു ഒബ്ജക്റ്റിൽ പുഷും പുള്ളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണെന്നും കിട്ടി. അതേപോലെ ന്യൂട്ടനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണെന്ന് നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് കിട്ടി. ഈസ് ഫോഴ്സ് ഓൾ എബൌട്ട് എ പുഷ് ആൻഡ് പുൾ? ഫോഴ്സ് എന്ന് വെച്ചാൽ പുഷും പുള്ളും മാത്രമാണോ നോക്കാം അല്ലേ. ലെറ്റ്സ് എക്സാമിൻ. ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ. കുറേ പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് അത് മാത്രം പുഷും പുള്ളും മാത്രമാണോ ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ഒരു ബോൾ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വരുന്ന പന്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ചാടി പിടിക്കുന്നുണ്ട്. ബാറ്റിൽ ബോൾ വെച്ച് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല എക്സാമ്പിൾസ് ഇവിടെ ഉണ്ടല്ലേ. നമുക്ക് ഇതെല്ലാം അനലൈസ് ചെയ്യാം. After analyzing the picture, write down the table below the result of applying force on different object. അപ്പോൾ എന്താണ്, നമുക്ക് ഈ പിക്ചേഴ്സ് ഓരോന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്കത് റിസൾട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി നോക്കാം. അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ, സ്ലോലി പുഷ് ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ദ ലെഗ്. എന്ത് ചെയ്യുന്നു, ഒരു ബോൾ ഉരുണ്ട് വരുന്നതുണ്ട്. എൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണല്ലേ. ഉരുണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ബോളിനെ നമ്മൾ കാല് വെച്ച് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ബോളിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ദ ബോൾ കംസ് ടു റെസ്റ്റ്. എന്ത് ചെയ്യും? അങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ബോളിനെ നിർത്തിച്ചൂടെ? സ്പീഡിൽ വരുന്ന ബോൾ കാല് വെച്ച് തട്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്പീഡിനെ കുറച്ച് പുഷ് ചെയ്ത് കുറച്ച് നമുക്ക് ബോളിനെ അവസാനം റെസ്റ്റിൽ കൊണ്ടുവരാം, ഇല്ലേ? കൊണ്ടുവരാം. അതേപോലെ തന്നെ പുഷിങ് എ വോൾ പുഷ് ചെയ്യുക. അപ്പോൾ വോൾ പുഷ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ദ വോൾ ഹാസ് ടു ടെൻഡൻസി ടു മൂവ്. വോൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, അല്ലേ? ടെൻഡൻസി ഉള്ളൂ, മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. From the discussion we had so far, what did you understand about forces? Write it down in your science diary. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുവല്ലോ. ഈ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഫോഴ്സ് എന്താണെന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. അത് കിട്ടിയത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ഐഡിയ നമുക്ക് കിട്ടിയത്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ച് or tendent to change the shape, size, volume, state of rest or state of motion of a body. ഒരു ബോഡിയുടെ എന്താണ്? ഷേപ്പ് മാറ്റുക, അല്ലെങ്കിൽ സൈസ് മാറ്റുക, അല്ലെങ്കിൽ വോളിയം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു? ചേഞ്ചസ് സംഭവിക്കും. ഒന്നെങ്കിൽ ചേഞ്ചസ് സംഭവിക്കും, അല്ലെങ്കിൽ ടെൻഡ് ടു ചേഞ്ച് ആവാനുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ എന്ത് വന്നു നമുക്ക് പറയാം? ഫോഴ്സ് വന്നു എന്ന് പറയാം, അല്ലേ? ആ ഒബ്ജക്റ്റിൽ ഫോഴ്സ് വന്നു എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻഡ് ടു ചേഞ്ച് ദ ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. കിട്ടി. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. അടുത്തെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്, പല തരത്തിലുള്ള ഫോഴ്സുകളുണ്ടല്ലേ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മാൻ ആൻഡ് അതർ ലിവിങ് ക്രീച്ചേഴ്സ് യൂസസ് മസ്കുലർ ഫോഴ്സസ് ടു ഡു വർക്ക്. എന്താണ്? മനുഷ്യൻ അല്ലെങ്കിൽ അല്ലാതുള്ള മറ്റ് ജീവവസ്തുക്കൾ, ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ജോലി ചെയ്യാൻ, ഒരു വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മസ്കുലർ ഫോഴ്സാണ്. A magnet has the property of attraction and repulsion. This force applied by a magnet is called a magnetic force. അപ്പോൾ എന്താണ്? ഒരു മാഗ്നറ്റ്, ഒരു കാന്തം എന്ത് പ്രോപ്പർട്ടീസാണുള്ളത്? ഒരു കാന്തത്തിന് അട്രാക്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, റിപ്പൾഷൻ എന്നൊരു പ്രോപ്പർട്ടിയും ഉണ്ട്. എന്താണ്? അട്രാക്റ്റ് ചെയ്യുക, വന്ന് ഒട്ടിപ്പിടിക്കുക. റിപ്പൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? തെന്നി മാറി നിൽക്കുക, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പ്രോപ്പർട്ടീസാണ് ഒരു മാഗ്നറ്റ്, ഒരു കാന്തത്തിന് ഉള്ളത്. This force applied by a magnet is the magnetic force. ഇത് മാഗ്നറ്റ് തരുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ഫോഴ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? A plastic pen when rubbed on hair can attract small pieces of paper. എന്താണ്? നമ്മുടെ തലയിലൊക്കെ മുടിയിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്ലാസ്റ്റിക് പെൻ എടുത്തിട്ട് നമുക്ക് ആ മുടിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? കുഞ്ഞു പീസ് പേപ്പറിനകത്ത് കൊണ്ടുപോകുമ്പോൾ ഒട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഒരു അട്രാക്ഷൻ ഉണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. ദ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ഹാവ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം. ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ യൂണിവേഴ്സിൽ എന്താണ്? ഒബ്ജക്റ്റുകൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ കാരണം അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? യൂണിവേഴ്സിലുള്ള ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫോഴ്സ് ഇൻ റിലേഷൻ ടു മോഷൻ ഈസ് കോമൺലി നോൺ ആസ് മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പോൾ എന്താണ്? മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഫോഴ്സിനെയും നമ്മളെ കോമൺലി അറിയപ്പെടുന്നത് മെക്കാനിക്കൽ ഫോഴ്സ് എന്നാണ്. ഓക്കെ, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. വെൻ an object moves over other object, the force which opposes the relative motion of the object is a frictional motion.
അല്ലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്കൊരു ഓപ്പോസിറ്റായിട്ട് അതേ തോതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും, ഒരു മോഷൻ അനുഭവപ്പെടും അല്ലേ? അങ്ങോട്ട് പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒന്ന് നീങ്ങാൻ അത് പാടുപെടുന്ന പോലത്തെ ഒരു ഫ്രിക്ഷൻ നമുക്ക് അനുഭവപ്പെടും. അത്തരത്തിലുള്ള ഫോഴ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ അഡീഷൻ ടു ദീസ് there are other forces also. അപ്പോൾ എന്താ പറയുന്നത്? ഇത്രയും ഫോഴ്സസ് കൂടാതെ എന്താണ് അഡീഷണലായിട്ട് നമുക്ക് കുറച്ച് ഫോഴ്സസ് കൂടെ പറയാനുണ്ട്. അതേത് ഫോഴ്സ് എന്നാണ്? അതാണ് കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. എന്താണ്? കോണ്ടാക്റ്റ് ഫോഴ്സും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും. നമുക്ക് നോക്കാം കോണ്ടാക്റ്റ് ഫോഴ്സ് എന്താ, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്താ. നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ എന്താണ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും കോണ്ടാക്റ്റ് ഫോഴ്സും. ഇവിടെ ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും കോണ്ടാക്റ്റ് ഫോഴ്സും നോക്കാം. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് കോണ്ടാക്റ്റ് ഫോഴ്സ്. എന്താണ്? ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റ് എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഇല്ല, അത് തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, വിത്തൗട്ട് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എന്ന് വിളിക്കാം? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് കോണ്ടാക്റ്റ് ഫോഴ്സ്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് വിത്തൗട്ട് കോണ്ടാക്റ്റ് ഓൺ ഇറ്റ് ഈസ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കോണ്ടാക്റ്റ് ഫോഴ്സ്, കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. അങ്ങനെയെങ്കിൽ നമുക്ക് മെയിലിൽ എന്താണ് കുറച്ച് ഒബ്സർവ് പിക്ചേഴ്സാണ്, കുറച്ച് പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നല്ലതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക അല്ലേ? ഒബ്സർവ് ചെയ്തിട്ട് എന്തോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? അനലൈസ് ദ ഫിഗർ 10.3 ഗിവൺ കംപ്ലീറ്റ് ഒബോ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 10.3. അപ്പോൾ 10.3 എന്ന് പറയുന്ന ഫിഗർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 10.3 എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി, ഇ, എഫ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം അല്ലേ? അനലൈസ് ചെയ്തിട്ട് നമുക്കതിനെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേബിളിലോട്ട് നോക്കാം. സിറ്റുവേഷൻസുകൾ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. മേളിലത്തെ ഇമേജസ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? സിറ്റുവേഷൻസ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സസ് നോക്കാം. ഡ്യൂ ടു കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് എന്നുള്ള ഒരു കോളം ഉണ്ട്. വിത്തൗട്ട് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് എന്നുള്ള രണ്ടാമത്തെ കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അവർ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട് പുള്ളിങ് എ ട്രോളി. അപ്പോൾ പുള്ളിങ് എ ട്രോളി എന്ന് വെച്ചാൽ എന്താണ്? ട്രോളി പുള്ളി ചെയ്യാണല്ലേ. ട്രോളി പുള്ളി ചെയ്യുമ്പോൾ എത്രയും ട്രോളിയിൽ പിടിക്കാത്തത് പുള്ളായി പോകത്തില്ലല്ലോ, ഇല്ല. അപ്പോൾ അതൊരു കോണ്ടാക്റ്റ് ഉണ്ട്. ഡ്യൂ ടു കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആണ് അവർ ഓൾറെഡി ടിക്ക് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തതാണ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് നമ്മൾ കോക്കനട്ട് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും തള്ളിയിട്ടാണോ? എന്തെങ്കിലും സംഭവിച്ച് അവർ ആരെങ്കിലും ചെയ്തതാണോ? അല്ല, അതിന് സമയമായപ്പോൾ എന്ത് ചെയ്തു? അത് താഴേക്ക് വീണു അല്ലേ? അപ്പോൾ ഒരു രീതിയിലും അല്ല. അതുകൊണ്ട് അത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ് അല്ലേ? അതൊരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിലൂടെ വന്നതാണ്. ഇനി അടുത്തതാണ് ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ. കിണറ്റിൽ നിന്ന് ഈ ചേച്ചി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വെള്ളം കോരിക്കൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെ വെള്ളം കോരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലേ കപ്പിയിലും കയറിലും ഒക്കെ പിടിച്ചല്ലേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് വെള്ളം കോരാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് തന്നെ അത് എന്തൊരു ഫോഴ്സാണ്? അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സ്. നമുക്ക് ഇവിടെ ടിക്കണ്ടാണല്ലോ. ഇതൊരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഓക്കെ, ഇനി എന്താണ്? ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ റോളിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ലെവൽ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു? ബോൾ ഇങ്ങനെ തന്നെത്താനെ ഉരുണ്ട് വന്ന് അതങ്ങ് നിന്നു എന്ന് പറഞ്ഞു, റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ? അവിടെ ഇല്ല. ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെത്താനെ വന്ന് നിന്നയാ അല്ലേ? അതുകൊണ്ട് നമുക്ക് വിത്തൗട്ട് കോണ്ടാക്റ്റിനോടെ ടിക്കറ്റ് കൊടുക്കാം. അടുത്ത തന്നെ എ മാഗ്നറ്റ് അട്രാക്ട്സ് എ നെയിൽ. ഒരു നെയിലിനെ എന്ത് ചെയ്യുന്നു? ഒരു ആണിനെ എന്ത് ചെയ്തു? നമ്മുടെ മാഗ്നറ്റ് വന്ന് ഒട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ആരെങ്കിലും പോയി ഒട്ടിപ്പിടിപ്പിച്ചാണോ? അല്ല, നമ്മൾ മാഗ്നറ്റ് ഒരു ദൂരത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും തന്നെത്താനെ വന്ന് ഒട്ടിയതാ. തന്നെത്താനെ ഒട്ടിയതായിട്ട് അത് നോൺ കോണ്ടാക്റ്റ് ആണ് അവിടെ. എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്ട് പീസ് ഓഫ് പേപ്പർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പീസ് ഓഫ് പേപ്പേഴ്സിലോട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്ത് വന്നു? നമ്മൾ മുടിയിലെ എണ്ണ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മുടിയിലെ എണ്ണയിലോട്ട് ഈ സ്കെയിൽ കാണിച്ച് തേച്ചിട്ട് ഈ പേപ്പറിലോട്ട് കാണിച്ചപ്പോൾ തന്നെത്താനെ വന്നങ്ങ് ഒട്ടിയെന്നാണ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടായോ? ഇല്ല, തനിയെ വന്നതാണ്. തനിയെ വന്നതുകൊണ്ട് അവിടെ വിത്തൗട്ട് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റീസ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്?
Haven't you seen situations in which forces is applied by contact and non-contact? അപ്പോൾ കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റിലൂടെയൊക്കെ പല ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചേക്കുക. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് ടാബുലേറ്റ് ദം. നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോൺ കോണ്ടാക്റ്റിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. എന്താണ്? മാംഗോ ഫോളിങ് അല്ലേ? മാംഗോ ഫോളിങ് ഫ്രം ട്രീ എന്ന് പറയുന്ന ഒരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് തനിയെ വന്ന് വീഴുന്നതല്ലേ ആണ്. ഇനി ഓപ്പണിങ് എ ഡോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് അല്ലേ? അതെ, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും എന്താണ്? ഓരോന്നിനും കോണ്ടാക്റ്റിനും നോൺ കോണ്ടാക്റ്റിനും നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. ലെറ്റ്സ് എക്സാമിൻ സം അതർ ഐഡിയാസ് ഓൺ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് വൺ എമോങ് കോണ്ടാക്റ്റ് ഫോഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്. എന്താണ്? കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കോണ്ടാക്റ്റ് ഫോഴ്സിൽ. അതിലൊരു സംഭവമാണ് ഫ്രിക്ഷണൽ കോഴ്സ് എന്ന സംഭവം നമ്മുടെ കോണ്ടാക്റ്റ് ഫോഴ്സിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ളൊരു ഐഡിയ എന്ന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഡിഡ് യു നോട്ടീസ് ദ ഫിഗർ? Why do we lubricate the ankle of a bicycle wheel with oil? അപ്പോൾ എന്താ ഈ പടം കണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ പടത്തിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ അതിൻ്റെ ആങ്കിളിലോട്ട് നമ്മൾ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ നോക്കാം അല്ലേ? റോൾ എ മെറ്റൽ സ്പിയർ ഓർ എ റബ്ബിംഗ് ബോൾ ഓൺ എ ലെവൽ ഗ്രൗണ്ട്. വാട്ട് ഹാപ്പൻ ടു ഇറ്റ്സ് മോഷൻ? എന്ത് ചെയ്യുന്നു? നമ്മൾ തറയിലോട്ട് ഫ്ലോറിലോട്ട് ലെവൽ ഗ്രൗണ്ടിലോട്ട് എന്തിട്ട് കൊടുക്കുവാണ്? ഒരു മെറ്റൽ സ്പീറോ അല്ലെങ്കിൽ റബ്ബർ ബോളോ ഇട്ട് കൊടുക്കുമ്പോൾ, റോള് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് മേ ബി ദ റീസൺ? അപ്പോൾ എന്താണ് ഈ മെറ്റൽ സ്പീറോ റബ്ബർ ബോളോ ഒക്കെ തറയിലിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മോഷൻ എന്താണ് സംഭവിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഓൺ യുവർ റെഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. സയൻസ് ഡയറിയിൽ എൻ്റെ റെഫറൻസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫിഗർ 10.5 വിച്ച് ഷോസ് എ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. അപ്പോൾ 10.5 എന്ന ഈ ഫിഗർ നിങ്ങൾ കണ്ടോ? അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടേബിളിൽ എന്തോ ഇരിപ്പുണ്ട്? ഒരു പുസ്തകം ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ടിൽറ്റ് ദ ടേബിൾ എ ലിറ്റിൽ. എന്ത് ചെയ്യണം? ആ ടേബിള് ഇത് ബുക്ക് ഡസ് ദ ബുക്ക് മൂവ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞില്ലേ? നമ്മൾ ആ ടേബിൾ ഒന്ന് കുലുക്കിയപ്പോൾ ബുക്ക് മൂവ് ചെയ്തോ? ട്രൈ ടു ടിൽ ദ ടേബിൾ എ ലിറ്റിൽ മോർ. ഒന്നും കൂടെ എന്ത് ചെയ്യാനാണ്? ആ ടേബിളൊന്ന് മൂവ് ചെയ്യിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡു യു ഒബ്സർവ് നൗ? വൈ ഡിഡിൻ ദ ബുക്ക് മൂവ് ഓൺ ടിൽസ് ദ ടേബിൾ ഫസ്റ്റ്? അപ്പം എന്താണ്? ആദ്യം മേശപ്പുറം ഒന്ന് മാറ്റിയപ്പോൾ ആ ബുക്ക് എന്തുകൊണ്ട് മൂവ് ചെയ്തില്ല? രണ്ടാമതായപ്പോൾ എന്തുകൊണ്ടാണ് ആ ബുക്ക് മൂവ് ചെയ്തത്? From the figure, identify the peculiarities of the surface of the table and the book. ബുക്കിൻ്റെയും ടേബിളിൻ്റെയും തമ്മിലുള്ള സർഫസ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫിഗറിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട്. എന്താണ്? രണ്ടും തമ്മിൽ എന്ത് സംഭവിച്ചു? കോണ്ടാക്റ്റ് സംഭവിച്ചു. റൈറ്റ് ഡൗൺ യുവർ റെഫറൻസ് ഇൻ സയൻസ് ഡയറി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റെഫറൻസ് നിങ്ങൾ എന്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവൻ യു നോട്ടീസ് എ ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് മോൾസ് ആൻഡ് പിറ്റ്സ് ഓൺ ദെയർ സർഫസസ്. അപ്പോൾ എന്താ? മൈക്രോസ്കോപ്പിക്കിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അവിടെ ഒരുപാട് മൈക്രോസ്കോപ്പിക് മോൾസുകളും പിറ്റ്സുകളൊക്കെ ആ സർഫസിലുള്ളതായിട്ട് നമുക്ക് കാണിക്കും. അവിടെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കുറേ പിറ്റ്സുകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെൻ ദീസ് ടു സർഫസ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ദേ ഗെറ്റ് ഇൻ്റർലോക്ക്ഡ്. അപ്പോൾ എന്താണ്? ഈ രണ്ട് സർഫസും കൂടെ കോണ്ടാക്റ്റിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ അങ്ങ് ഇൻ്റർലോക്ക് ആവും. രണ്ടും കൂടെ എന്ത് ചെയ്യും? അങ്ങ് കൂട്ടിച്ചേരും. When we try to move a body by applying a force parallel to the surface, an opposing force is experienced. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചും എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അതെന്താണ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യത്തില്ല? പെട്ടെന്നൊന്നും അങ്ങനെ മൂവ് ആവത്തില്ല.
അവർക്ക് എന്തോ ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കും അവിടെ, ആ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. അങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർക്കത് അങ്ങനെ മൂവ് ആകാത്ത ഒരു ഗ്രിപ്പ് അവിടെ കിട്ടും. നമുക്ക് എന്തോ ഒരു തടസ്സം, ഒരു ബാരിയർ അവിടെ നമുക്ക് ഉണ്ടാകുന്നു. നമുക്ക് നോക്കാം അതെന്താണെന്നല്ലേ. വെൻ എ ബോഡി മൂവ്സ് ഓർ ടെൻഡ് ടു മൂവ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, a force is experienced parallel to the surface which opposes the relative motion between them. This is friction. അപ്പോൾ എന്താണ്, നമ്മൾ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കാൻ നോക്കുമ്പോൾ തിരിച്ചെന്തോ ഒരു ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഫോഴ്സിനെ നമ്മൾ എന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. Is the same opposing force experienced during all contact between their bodies? Let's examine. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ്, ഈ ഒരു ഓപ്പോസിങ് ഫോഴ്സ് നമുക്ക് എല്ലായ്പ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.